ഒരു വെറൈറ്റി രീതിയിൽ സോയാബീൻ കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ളതാണ് കേട്ടോ. അതിനുശേഷം ഒരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീഞ്ചട്ടിയിലേക്ക് സബോളയും അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഇളക്കി കൊടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക്, ഈ 3 ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3 ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ ഒരു ചെറിയ തക്കാളി, പഴുത്ത തക്കാളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചെറിയൊരു തക്കാളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സോയാബീനുള്ള കറിക്ക് എടുത്തിട്ടുള്ള സോയാബീനിൽ കുറച്ച് ചിക്കൻ മസാല പുരട്ടിയിട്ട് ആ സോയാബീൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളടുത്ത് മൂപ്പിച്ച് വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ പത്തിരിയുടെ കൂടെ രാവിലെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.